നമസ്കാരം. ആന്റണി രാജു പ്രതിയായിട്ടുള്ള തൊണ്ടി മുതൽ തിരിമറി കേസിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. 1990 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ സാൽവദോർ സാർലി 61 ഗ്രാം ഹാഷിഷ് ഓയിലുമായി പോലീസ് പിടിയിലാകുന്നു. രാജ്യാന്തര മയക്കുമരുന്ന് കടത്തു കേസിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇയാൾക്ക് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിക്കുന്നു. ഈ കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സെലിൻ വിൽഫ്രഡിന്റെ ജൂനിയറായിരുന്നു മുൻ മന്ത്രി ആന്റണി രാജു. 1994 ഹൈക്കോടതിയിൽ അപ്പീലുമായി പോയ ആന്റണി രാജുവും വക്കീലും ഈ പ്രതിക്ക് രക്ഷകനാകുന്നു. കേസിലെ പ്രധാന തൊണ്ടി മുതലായ അടിവസ്ത്രം പ്രതിക്ക് പാകമല്ലെന്ന് കണ്ട് കോടതി പ്രതിയെ വെറുതെ വിടുന്നു. കേസിൽ നിന്നും രക്ഷപ്പെട്ട പ്രതി തന്റെ നാട്ടിലേക്ക് മടങ്ങുന്നു. എന്നാൽ ഓസ്ട്രേലിയയിൽ വെച്ച് ഒരു മർഡർ കേസിൽ പ്രതിയായ ഇയാൾ തന്റെ സഹതടവുകാരനോട് ഇന്ത്യയിൽ സംഭവിച്ച കാര്യം പറയുന്നു. ഇത് ഇന്റർപോൾ വഴി ലഭിക്കുന്നത് ഈ കേസിൽ വൻ വഴിത്തിരിവുണ്ടാക്കുന്നു. തൊണ്ടി മുതലിൽ അട്ടിമറി നടത്തിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ CK ജയൻമോഹൻ ഹൈക്കോടതിയെ സമീപിച്ചതോടുകൂടി പുറത്തുവത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അട്ടിമറിയുടെ ചരിത്രം തുടങ്ങുന്നത് സാൽവദോർ ജയിലിൽ കിടക്കുന്ന സമയത്ത് ബന്ധു എന്ന പേരിൽ പോൾ എന്നൊരു വ്യക്തി വരുന്നതോടുകൂടിയാണ്. കോടതിയുടെ കസ്റ്റഡിയിലുള്ള കേസിനാവശ്യമല്ലാത്ത പ്രതിയുടെ സ്വകാര്യ വസ്തുക്കൾ തിരികെ നൽകണമെന്ന പോളിന്റെ ഹർജിയിൽ പോളിന് അനുകൂല വിധി വരുന്നു. കോടതി ക്ലർക്ക് ജോസിന്റെ സഹായത്തോടെ പോളിനൊപ്പം എത്തിയ ആന്റണി രാജു കേസിലെ പ്രധാന തൊണ്ടി മുതലായ അടിവസ്ത്രം കൂടി ഒപ്പിട്ട് വാങ്ങുന്നു. ഈ തൊണ്ടി മുതൽ തിരികെ കോടതിക്ക് നൽകുന്നത് വിചാരണയ്ക്ക് തൊട്ടുമുൻപ്. ഇതിനിടെ കബളിപ്പിക്കാൻ വേണ്ടി ഈ അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കി നൂലിന്റെ നിറത്തിലടക്കം മാറ്റം വരുത്തി വീണ്ടും തുന്നിച്ചേർത്ത് കൊടുക്കുന്നു. പക്ഷേ അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കിയത് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. കൂടാതെ സ്വകാര്യ വസ്തുക്കൾ തിരികെ വാങ്ങാനായി ആന്റണി രാജു ഒപ്പിട്ട് നൽകിയ രേഖ തെളിവുമായി. 2005 IG TP സെൻകുമാർ അന്വേഷണത്തിന് ഉത്തരവിടുന്നു. 2006 ഫെബ്രുവരി 13 തൊണ്ടി മുതൽ കേസിൽ ജോസ് 1-ാം പ്രതിയും ആന്റണി രാജു 2-ാം പ്രതിയുമായി വഞ്ചിയൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയിലേക്ക് കേസ് മാറുന്നു. കേസിനെതിരെ ആന്റണി രാജു ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹർജി നൽകി. എന്നാൽ വിചാരണ തുടരട്ടെ എന്ന് സുപ്രീം കോടതി വിധിച്ചു. ഗൂഢാലോചന, രേഖകളിൽ കൃത്രിമം, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇതിൽ ചുമത്തിയിരുന്നത്. പലതവണ ആന്റണി രാജു രക്ഷപ്പെട്ട 3.5 പതിറ്റാണ്ടുകളായി നടക്കുന്ന ഈ കേസിൽ അവസാനം അനിവാര്യമായ വിധി വന്നിരിക്കുന്നു. ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു.